وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وذروا ما بقي من الربا إن كنتم مؤمنين. പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, സ്വർണത്തിന്റെ വില ഓരോ ദിവസവും പത്രമെടുത്താൽ നമ്മൾ പറയും റെക്കോർഡ് വിലയിലാണ്. അടുത്ത ദിവസം അതിനേക്കാളും വില കുതിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം ഒരല്പം ഒന്ന് കുറഞ്ഞു. ഞാൻ സ്വർണ്ണവില അന്വേഷിച്ച് നടന്നതിൻ്റെ പേരിലല്ല, ഈ ഒരു ഖുത്ബയുടെ ഭാഗമായിട്ട് ഇന്നത്തെ വിലയിൽ പോലും 1300-ലധികം കുറഞ്ഞ് 90,000-ന് മുകളിൽ പോയി താഴെ വന്നു. സ്വാഭാവികമായിട്ടും പലവിധ ചിന്തകളുള്ള ആളുകളുണ്ടാവും. നമ്മളുടെയൊക്കെ മാനസികാവസ്ഥയിൽ മുമ്പ് 7,000-നും 12,000-നും 20,000-നൊക്കെ സ്വർണം വിറ്റ ആളുകൾ ഇപ്പം ഇരുന്നിങ്ങനെ ആലോചിക്കുന്ന കൊടുക്കണ്ടായിരുന്നു, ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ആ മാനസികാവസ്ഥയുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇനി എങ്ങനെ സ്വരൂപിക്കുമെന്നുള്ള ചിന്താഗതിയിലൂടെ മകള് വളർന്നു വരുന്നുണ്ട്. വിവാഹം കഴിക്കാൻ ഞാൻ എങ്ങനെ ഇത്രയും വലിയ എമൗണ്ടൊക്കെ ആകുമ്പോൾ എത്ര സ്വർണ്ണം ഇനി സ്വരൂപിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളുകളും നമുക്കിടയിൽ കുറച്ചൊന്നുമില്ല. അതിനുവേണ്ടി തന്ത്രം മെനയുന്ന ആളുകളുണ്ട്. ജ്വല്ലറികളിലൊക്കെ ഗോൾഡ് സ്കീമുകളുണ്ട്. ഒരു മാസം കൊണ്ട് ഈ പൈസ അടച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലമാകുമ്പോഴത്തേന് കുറച്ച് പൈസക്കുള്ള സ്വർണ്ണം എടുക്കാൻ പറ്റും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഇസ്ലാമിക വശങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മറ്റു ചില ആളുകൾ പറയും കുറച്ച് പൈസ കൊണ്ടുപോയി വെച്ചാൽ ഇപ്പം നിലവിലെ പണത്തിനേക്കാൾ കൂടുകയാണെങ്കിൽ നമുക്ക് ആ കുറഞ്ഞ വിലക്ക് സ്വർണ്ണം എടുക്കാം, അല്ല കുറയാണെങ്കിൽ കുറഞ്ഞ വിലക്ക് സ്വർണം തരാം. അങ്ങനെ മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് പണം കൊടുത്ത് സ്വർണം ബുക്ക് ചെയ്യുന്ന ആളുകളെയും കാണാൻ പറ്റും. അതല്ലെങ്കിൽ കുറച്ച് പണം കൊടുത്തിട്ട് കൂടുതൽ സ്വർണം കടമായി വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന ആളുകളെ ഒക്കെ നമുക്കിടയിലൂടെ കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭ്രമം മനുഷ്യനുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് സ്വർണമാകട്ടെ, സ്വർണത്തിനോട് തത്തുല്യമുള്ള വസ്തുക്കളാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലൗ അന്ന ലി ഇബ്നി ആദമ വാദിയം മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു താഴ്വര തന്നെ ആദം സന്തതിക്ക് ഉണ്ടെങ്കിൽ പോലും അഹബ്ബ അയ്യകൂന ലഹു വാദിയാൻ, രണ്ടാമത്തെ ഒരു താഴ്വര കൂടി കിട്ടണമെന്നവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന. കയ്യിൽ നിറയെ സ്വർണ്ണമുള്ള ഒരു സഹോദരിയാണെങ്കിൽ വീണ്ടും ജ്വല്ലറിക്കൊന്ന് കണ്ണ് വെക്കും, കാരണം കുറച്ചുകൂടെ കിട്ടിയാൽ കുഴപ്പമില്ല
ഇനി തത്തുല്യമായ സ്വർണമല്ല ഭൗതികമായ സമ്പാദ്യമാണെങ്കിൽ ശരി, അതുപോലൊന്നുകൂടെ കിട്ടണമെന്നവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. വലയ്യംല അഫാഹു ഇല്ല ചുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറച്ചു കളയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയാണ്. അഥവാ ഖബറിലേക്ക് മനുഷ്യൻ എത്തുന്നത് വരെയും അവൻ അതിനോട് ഭ്രമം വെച്ചുകൊണ്ടിരിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിക്കുക. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട എന്താണെന്നറിയാം, എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന സ്വർണം കുറഞ്ഞ വിലക്ക് പോയല്ലോ, ഈ സമയത്ത് ഇനിയിപ്പോൾ ആ പണം കൊടുത്താൽ പോലും അത്രയും സ്വർണം കിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട, കാലത്തിനനുസരിച്ച് അല്ലാഹു തആല എന്താണോ നമുക്ക് കണക്കാക്കിയത്, ഖദ്ദറല്ലാഹു വമാ ശാ, അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത്, അള്ളാഹു എന്താണോ കണക്കാക്കിയത്, അത് നമ്മളുടെ കയ്യിൽ വരും. അതിന് കാലത്തിന്റെ മൂല്യത്തിനനുസരിച്ച് അത് മാറുന്നു, പോകുന്നു. അതല്ലാതെ അതിന്റെ മേലെ സങ്കടപ്പെട്ടിരിക്കുന്നവനല്ല ഒരു വിശ്വാസി എന്നുള്ളതാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ നമ്മൾ പറയും, അള്ളാഹുവെ നീ തടുത്തതിനെ നൽകാൻ ഒരാളെ കൊണ്ട് പോലും കഴിയില്ല, നീ തടുത്തതിനെ നൽകാൻ ഒരാളെ കൊണ്ട് പോലും കഴിയില്ല. അത് ജീവിതത്തിൽ എന്താണെങ്കിലും, സമ്പാദ്യങ്ങളാവട്ടെ, നിക്ഷേപങ്ങളാവട്ടെ, രോഗങ്ങളാവട്ടെ, ആഹ്ലാദങ്ങളാവട്ടെ, അള്ളാഹു തരാൻ ഉദ്ദേശിച്ചാൽ ഒരാളെ കൊണ്ട് പോലും തടുക്കാൻ കഴിയില്ല. അള്ളാഹ് തടുക്കാൻ ഉദ്ദേശിച്ചാൽ ആര് തന്നെ തരാമെന്ന് വിചാരിച്ചാലും കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു എനിക്ക് എന്താണോ കണക്കാക്കിയത്, ഇന്ന നാള് എൻ്റെ കയ്യിൽ അത് ഇരിക്കണമെന്നുള്ള കണക്കാക്കുകയോ അതിൻ്റെ ആവശ്യങ്ങളെന്ന് നിറവേറിയോ, അൽഹംദുലില്ലാഹ് എന്ന് അള്ളാഹുവിനോട് ശുക്ർ പറയാനുള്ളൊരു മനസ്സാണ് നമ്മളിലൂടെ കടന്നു വരേണ്ടത് എന്നുള്ളതാണ്. ഇനി നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇനി കുറച്ചൊരു പഠനാർഹമായ മേഖലയിലേക്കാണ് നമ്മുടെ സംസാരം പോകുന്നത്. എ ടു സെഡ് കൃത്യമായൊരു ശ്രദ്ധയോടെ നമ്മൾ ഇരിക്കണം. നമ്മൾ പറയും, ഇപ്പൊ അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ പണം കൊടുത്തിട്ട് സ്വർണത്തിന് ബുക്ക് ചെയ്ത് വെക്കാമെന്ന്. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ താല്പര്യമുള്ള നമ്മളുടെ ഫാമിലി നമ്മളോട് ഒരുപക്ഷെ ബോധനം നൽകിയേക്കും. ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിലെ നിക്കാഹിനെ സ്വർണ്ണമില്ലാതെ നടക്കില്ല എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം തിരുത്തപ്പെടേണ്ടതാണ്. നമ്മളുടെ നാട്ടിലൊക്കെ വളരെ ലജ്ജാകരമായൊരു വിഷയം, ഓരോ മഹലിൽ നിന്നും ഓരോ സഹോദരിമാർ വരും, അവരുടെ കയ്യിൽ ഓരോ ലെറ്റർ ഉണ്ടാവും. ഈ വരുന്ന സഹോദരി ഇന്ന മഹലിൽ നിന്നാണ് വരുന്നത്, 3 പെൺകുട്ടികളാണ്, പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞ്. സത്യത്തിൽ വിവാഹത്തിൽ സഹായിക്കേണ്ടത് പുരുഷനെയാണ്. മഹർ വാങ്ങാനും ചെലവ് പുരുഷനുള്ളതാണ്. പക്ഷെ നമ്മൾ അതിനൊരു ആഭാസമാക്കി മുസ്ലിം സമൂഹം ഒരു ഹൈന്ദവ ക്ഷേത്ര സന്നിധികളിൽ നിന്നോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ഇടവകളിൽ നിന്നോ ഇങ്ങനെ വരുന്ന ലെറ്റർ നമ്മൾ പലപ്പോഴും കാണലില്ല. ഇതിനെ ഇല്ല എന്ന് പഠിപ്പിച്ച, സ്ത്രീധനം ഇല്ല എന്ന് പഠിപ്പിച്ച മുസ്ലിം സമൂഹത്തിൽ നിന്നാണ് ഇത് കടന്നു വരുന്നത്. ആശങ്കകളാണ്. സ്വർണമില്ലാതെ വിവാഹം നടക്കില്ല എന്നുള്ള ഭയം നമ്മളുടെ മനസ്സിൽ കടന്നു വന്നതുകൊണ്ടാണ് ഇത് പലതും ഉടലെടുക്കുന്നത്. അതിനെ കച്ചവടത്തിന്റെ മാർക്കറ്റുകളിൽ അതിനെ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളും അതിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് ബുക്കിംഗ് നടക്കുന്നവർ, ഗോൾഡ് സ്കീമുകളിൽ ചേരുന്ന ആളുകൾ, അതുപോലെ തന്നെ പഴയതിനെ കൊടുത്തിട്ട് പുതിയ സ്വർണ്ണങ്ങളെ മാറ്റി മേടിക്കുന്ന ആളുകൾ, കുറച്ച് പണം കൊടുത്തിട്ട് കടമായിട്ട് കുറേ സ്വർണ്ണങ്ങളെ വാങ്ങി വെക്കുന്ന ആളുകൾ, നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ മേഖലകളൊക്കെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഹറാം തന്നെയാണ്, ഹറാമാണ്. എന്തുകൊണ്ട് ഹറാമാകുന്നു, അതിന് പരിഹാരം എന്താണ്, അതുകൂടെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. ഹറാമാണ് എന്തുകൊണ്ടാണ്? ഇതിലെല്ലാം പലിശകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിലെവിടെ ഞങ്ങൾ പലിശയുമായി ബന്ധപ്പെടുന്നത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഇസ്ലാമിൽ പലിശ എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഒന്ന് റിബൻ നസീഅ, മറ്റൊന്ന് റിബൽ ഫളലാണ്. റിബൻ നസീഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ ഇന്ന് നാട്ടിലൊക്കെ ഉള്ള സ്വർണം പണയം വെച്ചിട്ട് പൈസ വാങ്ങും. എന്ന് പറയും, തിരിച്ചു കൊടുക്കുന്ന സമയത്ത് 1 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ 1,20,000 കൊടുക്കണം, 25,000 കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് നമ്മൾ വാങ്ങുന്ന നാട്ടിൽ ഇന്ന് നടപ്പുള്ള പലിശകളാണ് റിബൻ നസീഅ എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് റിബൽ ഫളലാണ്. റിബൽ ഫളൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി അതിൽ അധ്യാപനം നൽകുന്നുണ്ട്. ഒരു കുറഞ്ഞ വസ്തു കൊടുത്തിട്ട് അതിൽ നിന്ന് ഇനങ്ങളെ, മുന്തിയ ഇനത്തിനെ പകരം മേടിക്കുന്ന അവസ്ഥ. അപ്പൊ എൻ്റെ കയ്യിൽ ഒരു 2 കിലോ ഈത്തപ്പഴം ഉണ്ടെന്ന് വിചാരിക്കാൻ, ഈ 2 കിലോ ഈത്തപ്പഴം ഞാൻ കൊടുത്തിട്ട് പകരം എൻ്റെ കയ്യിലുള്ള ഈത്തപ്പഴം കുറഞ്ഞ ക്വാളിറ്റിയാണ്, 1 കിലോ മുന്തിയ ഈത്തപ്പഴം ഞാൻ പകരം മേടിക്കുന്നുണ്ടെങ്കിൽ അത് റിബൽ ഫളലാണ്. എൻ്റെ കയ്യിലെ 1 പവൻ ഗോൾഡ് ഞാൻ ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്തു 8 ഗ്രാം, പകരം എനിക്ക് പകരം തന്ന സ്വർണമാകട്ടെ 6 ഗ്രാമാണ്. അവിടെ നടക്കുന്ന ഇടപാടിൽ വന്ന സംഭവമാണ് റിബൽ ഫളൽ എന്ന് പറയുന്ന പലിശയുടെ ഇനം. അതുകൊണ്ട് തന്നെ അത് വരുന്ന മേഖലകളെ കൃത്യമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
രണ്ട് വിഭാഗങ്ങളിൽപ്പെട്ട 6 കാര്യങ്ങളിൽ പലിശ വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി മേടിക്കുമ്പോൾ 2 കാര്യങ്ങളിൽ 6 കാര്യങ്ങളിൽ പലിശ വരുമെന്നുള്ളതാണ്. അതിലൊന്ന് ഭക്ഷണ മേഖലയാണ്, മറ്റൊന്ന് ക്രയവിക്രയ മേഖലയാണ്, സാമ്പത്തിക മേഖലയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ, അസ്സഹബു ബിസ്സഹബ്, സ്വർണം കൊണ്ട്, അൽ ഫില്ലത്തു ബിൽ ഫില്ല, വെള്ളി കൊണ്ടാണ്, അൽ ബുർറു ബിൽ ബുർരി, ഗോതമ്പ് കൊണ്ടാണ്, വശഈറു ബിശഈർ, ബാർലി കൊണ്ടാണ്, വത്തംറു ബിത്തംർ, കാരക്ക് കൊണ്ടാണ്, വൽ മിൽഹു ബിൽ മിൽഹി, ഉപ്പിനെ കൊണ്ടാണ്, മിസലം ബിമിസിൽ, അതിനോട് തത്തുല്യമായത് കൊണ്ടാണ് ക്രയവിക്രയങ്ങൾ ചെയ്യാവുന്നതാണ്. ആദ്യം പറഞ്ഞ സാമ്പത്തിക മേഖല, സ്വർണത്തിന് ഈക്വലായിരിക്കണം, വെള്ളിക്ക് ഈക്വലായിരിക്കണം. എന്നാൽ ഗോതമ്പാവട്ടെ, ബാർലിയാവട്ടെ, കാരക്കയാവട്ടെ, ഉപ്പാകട്ടെ, അതിന് ഈക്വലായിരിക്കണം. എന്നിട്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു, യദംബിയത്, അത് ബൈ ഹാൻഡ് ആയിരിക്കണം, ഓൺ ദ സിറ്റിംഗ് ആണ്, ഇരിക്കുന്ന അതേ ഇരിപ്പിൽ കച്ചവടങ്ങൾ മുറിയണം. ഈ കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന അതേ സിറ്റിംഗിൽ കച്ചവടങ്ങൾ മുറിയണം. സ്വർണം മേടിക്കുമ്പോൾ അതോടുകൂടെ പണം കൊടുക്കണം, ഗോൾഡ് കൈപ്പറ്റണം. കടമില്ല. പഴയത് വാങ്ങി പുതിയത് വാങ്ങുമ്പോൾ പ്രിയമുള്ളവരെ വിലയിട്ട് അതോടുകൂടെ കച്ചവടങ്ങൾ അവസാനിപ്പിക്കണം. ഏതിടപാടുകളാണെങ്കിലും ഒരൊറ്റ സിറ്റിംഗിലായിരിക്കണം ഇപ്പറഞ്ഞ 6 വസ്തുക്കളുടെയും ഇടപാടുകൾ നടക്കാൻ പാടൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമൻ സാദ, ആരെങ്കിലും അതിൽ അധികരിപ്പിച്ചാൽ, അവിസ്ദാദ, അല്ലെങ്കിൽ അധികരിക്കാൻ ആവശ്യപ്പെട്ടാൽ, ഫഖദ അർബ, അവൻ പലിശ ചോദിച്ചവനാണ്. നിന്റെ 8 ഗ്രാം സ്വർണത്തിന് പകരം നീ ഇത് മാറ്റിയെടുക്കുമെന്ന് നിനക്ക് 6.5 തരൂ എന്നവൻ വാശി പിടിക്കുന്നുവെങ്കിൽ അവൻ പലിശ ചോദിച്ചവനാണ്. നിന്റെ 2 കിലോ ഗോതമ്പിന് പകരം 1 കിലോ ഗോതമ്പ് നിനക്ക് പകരം തരൂ എന്ന് പറഞ്ഞാൽ അവൻ പലിശക്ക് വേണ്ടി വാശി പിടിച്ചവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ആഖിദു വൽ മുഅതി ഫീഹി സവാ, അതിൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും തുല്യമാണ് എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലെ നമ്മൾ ഈ പറഞ്ഞ ഇടപാടിൽ നമ്മൾ പറയും, സ്വർണ്ണൊക്കെ ഒക്കെ ഇപ്പൊ ബാറലിയും അല്ലെങ്കിൽ ഗോതമ്പൊന്നും ഞങ്ങൾ അങ്ങനെ വാങ്ങണവരില്ലല്ലോ. ചില ഈ സാധുക്കളായ മനുഷ്യന്മാരുണ്ട്, റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചു വരും. എന്നിട്ട് ഇവന്റെ വീട്ടിലുള്ള നല്ല അരിക്ക് വെച്ചിട്ട് കൈകാര്യം ചെയ്യുക. റേഷൻ കടയിലെ അരി മോശമാണെന്നൊരു ധാരണയൊക്കെ പറഞ്ഞിട്ട് 5 കിലോ അരിക്ക് പകരം നല്ല അരി 2 കിലോ തരാ എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടും പുറത്തുള്ള കച്ചവടങ്ങളും പറ്റില്ല. ഈക്വലായിരിക്കണം. ധാന്യത്തിന് ധാന്യം ഈക്വലായിരിക്കണം, സ്വർണത്തിന് സ്വർണം ഈക്വലായിരിക്കണം, വെള്ളിക്ക് വെള്ളി ഈക്വലായിരിക്കണം. വാങ്ങിയവനും സമമാണ്, കൊടുത്തവനും സമമാണ് എന്നുള്ളതാണ്. അപ്പൊ താഴ്ന്ന ഇനം കൊടുത്തിട്ട് മുന്തിയിനം മേടിക്കൽ. നിങ്ങൾക്കറിയോ, ഹൈബർ യുദ്ധം കഴിഞ്ഞു. മഹാനായ ഒരു ഹദീസിൽ കാണാം, ഒരു സഹാബി എന്ന് പറഞ്ഞിട്ടുള്ള എന്ന റജുല. മറ്റൊരു റിവായത്തിൽ കാണാം മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആണെന്ന് കാണാം. ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ നല്ല മുന്തിയ ഈത്തപ്പഴവുമായിട്ട് കടന്നു വരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അല്ലാഹുവിന്റെ മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൈബറിലെ എല്ലാ ഈത്തപ്പഴങ്ങളും മുന്തിയതാണോ? ആ ചോദ്യത്തിൽ പോലും ഉലമാക്കൾ പറഞ്ഞതെന്നറിയോ, ഒരു ഹിക്മത്ത് ഉണ്ടെന്നാണ്. കാരണം കൊണ്ടുവന്നത് ബിലാലാണ്. ബിലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര മുന്തി ഈത്തപ്പഴമൊന്നും വാങ്ങിച്ച് റസൂലുള്ളാഹി കൊണ്ടുവന്ന് കൊടുക്കാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല എന്ന് അവിടെ എല്ലാവർക്കും അറിയാം. പക്ഷെ ബിലാലിന്റെ മനസ്സിനെ തളർത്തിയില്ല. ബിലാലിനോട് ചോദിച്ച ശൈലി ഇതാണ്, ഹൈബറിലെ എല്ലാ ഈത്തപ്പഴങ്ങളും മുന്തിയതാണോ? അവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലുള്ള മോശ ഈത്തപ്പഴം 2 സാഗ് കൊടുത്താൽ 1 സാഗ് നല്ല ഈത്തപ്പഴം കിട്ടും. അങ്ങനെ കൊടുത്ത് വാങ്ങിയതാണ്. പഴയത് കൊടുത്തിട്ട് മോശമുള്ളത് കൊടുത്ത് നല്ലത് റസൂലുള്ളാഹിക്ക് വേണ്ടി വാങ്ങിയതാണ്. മുത്തറസൂല് പറഞ്ഞു, അതിനെ പഠിപ്പിച്ചത് ഐനുർ റിബ, തനിച്ച പലിശയാണ്. ലാ തഫ്അൽ, നീ അത് ചെയ്യാൻ പാടില്ല. ബിഅൽ ജം, അത് മുഴുവനും നീ വിൽക്കണം. നിന്റെ കയ്യിലുള്ള പഴയ ഈത്തപ്പഴത്തിന് മുഴുവനും വിൽക്ക. പരിഹാരം പറഞ്ഞുതരാ, പഴയത് മുഴുവനും വിൽക്കണം. ബിദ്ദറാഹിം, ദിർഹമിന് വിൽക്കണം, ഈത്തപ്പഴത്തിന് വിൽക്കാൻ പാടില്ല. പഴയ ഈത്തപ്പഴത്തെ പണത്തിന് വേണ്ടി വിൽക്കണം. സുമ്മ ബിത്തായി ബിദ്ദറാഹിം, എന്നിട്ട് ആ വാങ്ങിയ ദിർഹമുകളെ കൊണ്ട് നിനക്കാവശ്യമുള്ള ഈത്തപ്പഴങ്ങളെ വാങ്ങാം. അല്ലാതെ ഒരിക്കലും ഈത്തപ്പഴത്തിന് വാങ്ങരുത്. പഴയ ഈത്തപ്പഴങ്ങളെ വിലക്ക് വിറ്റ് ആ വില കൊണ്ട് പുതിയ ഈത്തപ്പഴം വാങ്ങുന്ന സംവിധാനം, അതല്ലെങ്കിൽ ഐനുർ റിബ, തനിച്ചതായ പലിശയാണെന്ന് അള്ളാഹുവിന്റെ ദീന് നമ്മളോട് പറഞ്ഞു തരികയാണ്. ഇനി നിങ്ങൾ നോക്കേ, ഇനി അവിടെ പോലും അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ കാണാം, ഫഇദ ഇഖ്തലഫത് ഹാദിഹിൽ അസ്നാഫ, ഈ ഇനങ്ങൾക്കിടയിൽ വ്യത്യസ്തതയുണ്ടെങ്കിൽ,
അഥവാ ഈത്തപ്പഴം കൊടുത്തിട്ട് ഗോതമ്പാണ് വാങ്ങുന്നതെങ്കിൽ ഫബീഉ കൈഫ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കച്ചവടം ചെയ്യാം. 2 സാ ഈത്തപ്പഴത്തിന് 1 സാ ഗോതമ്പ് വേണം ആവാം. അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഇനങ്ങൾക്കിടയിൽ പ്രശ്നമില്ല. ഒരേ ഇനമാണ് കച്ചവടം ചെയ്യുന്നതെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാൻ പാടില്ല. പക്ഷെ എന്തു വേണം? ഇതാക്കാൻ യദംബിയത്, ഒരൊറ്റ ഇരിപ്പിൽ ഒരൊറ്റ സിറ്റിങ്ങിൽ ആ കച്ചവടം അവസാനിച്ചിരിക്കണം. അത് വാങ്ങി കച്ചവടം മുറിഞ്ഞു, അവർ തിരിച്ചുപോയി, വീണ്ടും അതിൻ്റെ മേലെ സംസാരിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ ഗോൾഡ് പോലുള്ള കാര്യങ്ങളിൽ നാളെ പൈസ തരാം, അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് പൈസ തരാം എന്ന് പറഞ്ഞ മൂല്യവ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അതിൽ ഓരോ വിഷയങ്ങൾ നമുക്കൊന്ന് നോക്കാം. അഡ്വാൻസ് ബുക്കിംഗ് ആണ്. ഗോൾഡിന് വേണ്ടി അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ വില കൂടുകയാണെങ്കിൽ കൂടിയ വില വേണ്ട, നിലവിലെ വില തന്നാൽ മതി, അല്ല വില കുറഞ്ഞാൽ കുറഞ്ഞ വില തന്നാൽ മതി എന്ന് പറഞ്ഞ് അഡ്വാൻസ് ബുക്കിംഗ് നടക്കുമ്പോൾ അത് എന്തുകൊണ്ട് ഹറാം എന്ന് പറഞ്ഞു. ഇപ്പറഞ്ഞ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഒന്നാമത്തെ പോയിന്റ്, അത് യദുംബിയത് ബിസിനസ് അല്ല, ബൈ ഹാൻഡ് നടക്കുന്ന കച്ചവടമല്ല, ഒരൊറ്റ സിറ്റിംഗിൽ തീർക്കുന്ന കച്ചവടമല്ല. കാരണം എന്താണ്? ഈ കച്ചവടം നീണ്ടുപോകുന്നുണ്ട്. പണം നേരത്തെ കുറച്ച് പണമേ കൊടുത്തിട്ടുള്ളൂ, ബുക്ക് ചെയ്യാനുള്ള പണമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നേർക്ക് നേരെയുള്ള ഒരൊറ്റ സിറ്റിംഗിലെ കച്ചവടമല്ല എന്നുകൊണ്ട് ഇസ്ലാമിക വീക്ഷണത്തിൽ ആ കച്ചവടങ്ങൾ ഹറാമാണ്. കാരണം ഉലമാക്കൾ പറയുന്നു, അത്തഖാബുദു ഫിൽ മജ്ലിസ്, ഒരേ മജ്ലിസിൽ വെച്ച് ഇടപാടുകൾ തീരണമെന്നുള്ളത് അതിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ ബിസിനസ് നടക്കുമ്പോൾ അത് ബൈ ഹാൻഡ് വാങ്ങിയാലും അക്കൗണ്ടിലൂടെ പണം വാങ്ങിയാലും അവിടെ വെച്ച് തീർപ്പ് കൽപ്പിച്ചിട്ട് വേണം ആ കച്ചവടം മുറിഞ്ഞു പോകാൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത് വില എന്നുള്ളത് കച്ചവടത്തിൽ നിർണയിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് കച്ചവടങ്ങൾ ഐനായിരിക്കണം, വില നിർണയിക്കപ്പെടണം. എന്റെ പണത്തിന് ഇത്ര ഗ്രാമാണ് നിനക്ക് സ്വർണമെന്ന് അവിടെ നിർണയിക്കപ്പെടണം. ആ നിർണയം ഈ കച്ചവടത്തിൽ നടക്കുന്നില്ല. ഏതുപോലെയാണ് അതിന് ഉലമാക്കൾ എണ്ണിയത് ഭാഗ്യപരീക്ഷണത്തിലാണ്. നമ്മളൊരു ലോട്ടറി എടുക്കുന്ന ചൂതാട്ടത്തിന്റെ ഗണത്തിൽപ്പെടുന്ന ഭാഗ്യപരീക്ഷണത്തിന്റെ ഗണത്തിലാണ് ഉലമാക്കൾ അതിനെ എണ്ണിയത്. വില കൂടിയേക്കാം, കുറഞ്ഞേക്കാം, എന്തായാലും എനിക്ക് ലാഭം മാത്രമേ കിട്ടാവൂ എന്നുള്ള ഒരു ചിന്താഗതി അതിലൂടെ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയാണ്, ആ വിഷയത്തിൽ തഖാബുദുൽ മജ്ലിസ് ഇല്ല. ലജ്ന ദായിമയുടെ സൗദിയുടെ പണ്ഡിത സഭ അതിലൂടെ കൊടുക്കുന്ന ഫത്വ കാണാൻ സാധിക്കും. ആ കച്ചവടങ്ങൾ അനുവദനീയമാകണമെങ്കിൽ യദുംബിയത് ബിസിനസ് ആയിരിക്കണം. അഥവാ അത്തഖാബുദു ഖബല തഫറുഖ് മിൻ മജ്ലിസിൽ അഖദ്, ഇടപാട് നടന്ന മജ്ലിസിൽ നിന്ന് എണീറ്റ് പോകുന്നതിന് മുമ്പ് പരിപൂർണമായ ഇടപാടുകൾ അവസാനിച്ചിരിക്കണമെന്നുള്ളതാണ് സൗദിയുടെ പണ്ഡിത സഭ ആ വിഷയത്തിലൂടെ കൊടുക്കുന്ന ഫത്വ എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്കീമിലൂടെ സ്വർണം വാങ്ങുന്ന ആളുകളുണ്ട്. സ്കീമിലൂടെ സ്വർണം വാങ്ങുക പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി ഓരോ മാസവും നിർണിതമായ സംഖ്യ കൊടുക്കുന്നു. അതിന് 3000 രൂപ കൊണ്ടുപോയി കൊടുക്കും, 5000 രൂപ കൊണ്ടുപോയി കൊടുക്കും, അല്ലെ കയ്യിലുള്ള പൈസ ആഴ്ച തോറും അടച്ചു കൊടുത്താൽ മതി. അപ്പൊ പേപ്പറിൽ ഒരുപക്ഷെ ചില ജ്വല്ലറിക്കാർ പറയും 10 മാസം അടച്ച 11ാമത്തെ മാസം ഫ്രീ ആണ്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഗോൾഡ് തരാമെന്ന് പറയും. ഞാനിത് ജ്വല്ലറിക്കാരെ മാത്രമല്ല കേട്ടോ പറയണേ, അള്ളാന്റെ ഹബീബിന്റെ വാക്ക് മറക്കണ്ട. കൊടുക്കുന്നവനും വാങ്ങുന്നവനും സമമാണ്. രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം പറയണേ. അല്ലെങ്കിൽ നമ്മൾ പറയാം ആഴ്ച തോറും പൈസ കൊടുത്തിട്ട് അതവിടെ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെക്കും, നിനക്ക് ഇന്ന ദിവസം ഇത്ര ഗ്രാം സ്വർണ്ണുണ്ട്. അവിടെ കച്ചവടം സാധനം തരണില്ല, അവിടെ ഊഹത്തിലിരിക്കാൻ. അങ്ങനെ ഗ്രാമുകൾ എഴുതി അവസാനം എന്ത് ചെയ്യും? അതിനെ പണം കൊടുത്ത് ഇനി പണിക്കൂലി ഒന്നുമില്ലാണ്ട് തരാമെന്ന് പറയുന്ന ഒരു കച്ചവടത്തിന്റെ മാർക്കറ്റിംഗിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് വാങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ആ സ്കീമുകളിലൂടെ തെറ്റുവന്നിട്ടുള്ളത്. അവിടെയും യദംബിയത് ബിസിനസ് നടക്കണില്ല, ഒരൊറ്റ സിറ്റിംഗില്ല, കച്ചവടങ്ങളെ തീർപ്പ് കൽപ്പിക്കണില്ല. ഇസ്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം ചോദിച്ചാൽ, ഇത് മൂല്യമുള്ള വസ്തുക്കളാണ്. സമൂഹത്തിന്റെ പണത്തിന്റെ മൂല്യം അളക്കുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ ആ മൂല്യമുള്ള വസ്തുക്കൾ അതോടുകൂടെ അവസാനിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ കടം വാങ്ങാൻ നമ്മുടെ ഒരു 5 പവന്റെ പണം ആദ്യം കൊടുക്കുന്നു. മകളുടെ കല്യാണത്തിന് 10 പവൻ സ്വർണ്ണമാണ് പ്ലാൻ ചെയ്തത്. പരിചയമുള്ള ആൾക്കാരൻ അവർ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു 10 പവൻ ഒരു മാസത്തിന് ഇട നിൽക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ കടം വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ, സ്വർണത്തിന്റെ വിഷയത്തിൽ അത് പാടില്ല. കാരണം അവിടെയും ഹുക്കുമ് ഈ യദംബിയത് ബിസിനസ് അവിടെ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെയും ഇസ്ലാം അതിനെ അനുവദിക്കാതിരുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിൽ വരുന്ന പഴയത് കൊടുത്തിട്ട് പുതിയത് വാങ്ങുന്ന സമ്പ്രദായം, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ നടത്താൻ സാധിക്കും? നമ്മളുടെ കയ്യിലുള്ള സ്വർണം വിൽപ്പന നടത്തണം.
അതിന്റെ പണം നമ്മൾ കൈപറ്റണം. ആ കച്ചവടം അവിടെ അവസാനിപ്പിക്കണം. പഴയ സ്വർണം കൊടുക്കുന്നു, പണം വാങ്ങുന്നു, ആ കച്ചവടം അവസാനിക്കുന്നു. വീണ്ടും നമ്മൾ അടിച്ച സ്വർണം നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ സ്വർണം പണത്തിന് വാങ്ങാം. പഴയ സ്വർണത്തിന് പകരം പുതിയ സ്വർണം വാങ്ങാൻ പറ്റില്ല. ഇതിങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എന്തേ പ്രശ്നമുള്ളത്? അത് ആഭരണമാണെങ്കിലും നാണയമാണെങ്കിലും ഇസ്ലാം പറഞ്ഞത് ഒരേ മൂല്യം തന്നെയാണ്. അപ്പൊ നമുക്ക് തോന്നുന്നതിൽ എന്താ പ്രശ്നമുള്ളത്? പ്രിയമുള്ളവരെ, എന്റെ കയ്യിൽ ഒരു 100 രൂപയുടെ നോട്ടുണ്ട്, പുതിയ നോട്ടാൻ. ഞാൻ ആ പുതിയ നോട്ട് കൊടുത്തിട്ട് അതിനൊരാളോട് പറയാം, പഴയ നോട്ട് ഒരു 110 റുപ്യ, 10 രൂപയും കൂടെ തന്നാൽ എന്റെ പുതിയ നോട്ട് തരാന്ന് പറഞ്ഞാൽ നമ്മളത് സമ്മതിക്കില്ല. കാരണം എന്താണ്? അത് മൂല്യമുള്ള വസ്തുവാണ്. പഴയ നോട്ടിനും 100ന്റെ വില ഈക്വലാണ്, പുതിയതിനും 100ന്റെ വില ഈക്വലാണ്. അതുകൊണ്ട് തന്നെ പഴയത് കൊടുത്ത് പുതിയത് വാങ്ങുന്ന സന്ദർഭങ്ങളിൽ അവിടെ കച്ചവടം അവസാനിപ്പിച്ചതിനു ശേഷമല്ലാതെ ഒരിക്കലും ആ രീതിയിലൂടെ വാങ്ങാൻ പാടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പഠിപ്പിച്ച പോലെ ജമീഅ ബിദ്ദറാഹിം, അവ മുഴുവനും ദിർഹമുകൾക്ക് നാണയത്തിന് വിൽപ്പന നടത്തുക. സുമ്മ ബിത്തഇ ബിദ്ദറാഹിം, എന്നിട്ട് ആ നാണയങ്ങളെ കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇനി പറയാൻ പോണ കുറച്ചുകൂടെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊക്കെ സാധാരണഗതിയിലെ വീട്ടിലെ സഹോദരിമാരെ ഒരുപക്ഷെ അവർ ഭയപ്പെടും. ഭർത്താവ് പറയും കച്ചവടം തുടങ്ങാനാണ്, ഇടപാടിന് വേണ്ടിയിട്ടാണ്, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്, എനിക്ക് നിന്റെ സ്വർണം തരുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ സഹോദരിമാർ പറയും അത് വിൽക്കാൻ പാടില്ല, വേണമെങ്കിൽ പണയപ്പെടുത്തിക്കൊന്ന് പറയും. കാരണം എന്താ? പണയപ്പെടുത്തിയാൽ അത് പിന്നെ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. അള്ളാന്റെ ദീനിലെ തനിച്ച ഹറാമായ ഇടപാടാണ് നമ്മളുടെ നാട്ടിലുള്ള പണയം. ഇസ്ലാമിൽ പണയമുണ്ട്. ആ പണയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? പലിശയില്ലാത്ത പണയമാണ്. എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, എന്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ട്, ഞാൻ ഒരു സഹോദരൻ 1 ലക്ഷം രൂപ പണമായി വാങ്ങി അദ്ദേഹത്തിന് ഒരു അവധി നിശ്ചയിച്ച് എന്റെ കയ്യിലെ ഗോൾഡ് അദ്ദേഹത്തിൽ ഏൽപ്പിക്കുമ്പോൾ അതാ പണത്തിനുള്ള ഗ്യാരണ്ടിയാണ്. എന്റെ പണം തിരിച്ചു കൊടുക്കുമ്പോൾ ആ സ്വർണം അദ്ദേഹം എനിക്കെന്ത് വേണം? തിരിച്ചു തരണം. എന്ന് മാത്രമല്ല, ഞാൻ കൊടുത്ത മാലയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വൈഫിന് അത് ഉപയോഗിക്കാൻ പോലും അവകാശമില്ല, അത് ഗ്യാരണ്ടി വസ്തുവാണ്. ഇനി അതല്ല, പറഞ്ഞ നാളുകളിലും ദിവസങ്ങളിലും എന്റെ പണം അദ്ദേഹത്തിന് ലഭ്യമാകാത്ത സമയം വന്നാൽ വിൽപ്പന നടത്തിയാൽ പോലും അദ്ദേഹത്തിന് ആ പണം മൊത്തമായി ഉപയോഗിക്കാൻ അവകാശമില്ല. എനിക്ക് തന്ന പണം മാത്രമേ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ അവകാശമുള്ളൂ, ബാക്കി പണം എനിക്ക് തിരിച്ചു തരണം എന്ന ഇസ്ലാമിന്റെ സുന്ദരമായ പണയത്തിന്റെ മേഖല വേറെയുണ്ട്. പക്ഷെ നമ്മളോ ഈ സ്വർണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കാരണം അതിനെ പണയം വെക്കുന്ന, പലിശക്ക് വേണ്ടി പണയം വെക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെ ഇസ്ലാം നമ്മളോട് പറയുന്നു വിൽക്കണം, പണമാണ് ആവശ്യമെങ്കിൽ വിൽപ്പന നടത്തണം. ഉണ്ടാകുന്ന കാലഘട്ടങ്ങളിൽ വാങ്ങാമെന്നല്ലാതെ പലിശയുടെ പണയങ്ങളിലേക്ക് അത് നീങ്ങരുത് എന്നുള്ളതാണ്. കാരണം അതുകൊണ്ടുണ്ടാവുന്ന അപകടങ്ങള്, പ്രിയമുള്ളവർ, നമ്മൾ ആലോചിക്കുന്നത് എന്റെ പ്രയാസങ്ങളെ തരണം ചെയ്യാനാണ്, താൽക്കാലിക ബുദ്ധിമുട്ടുകളെ മാറാനാണെങ്കിൽ അള്ളാന്റെ ഖുർആൻ പറയാണ് വമൻ യത്തഖില്ലാഹ യജഅൽ ലഹു മഖ്റജാ. ആര് അല്ലാഹുവിനോട് സൂക്ഷ്മത കാണിക്കുന്നുവോ പുറത്തു കടക്കാനുള്ള പരിഹാരമാർഗം അല്ലാഹു തന്നെ അവന് വേണ്ടി വെച്ചു കൊടുക്കുന്നതാണ്. യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത രൂപത്തിലൂടെ അല്ലാഹു അവന് വേണ്ടി റിസ്ക് കൊടുക്കുന്നതാണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട, അല്ല നമ്മളെ കരകയറ്റും. അതുകൊണ്ട് അല്ല പഠിപ്പിക്കാത്ത വഴികളെ തെരഞ്ഞെടുക്കേണ്ട, അതിനുള്ള സൊല്യൂഷൻ അല്ലാഹു തആല നൽകുമെന്ന് അലൈക ബിത്തഖ്വല്ലാഹി ഇൻ കുൻത ആഫില യഅതീക മിൻ അർസാഖി മിൻ ഹൈസു ലാ തദ്രി. നീ അശ്രദ്ധമായി, നിനക്ക് പോലും അറിയാത്ത രൂപത്തിൽ നീ അല്ലാഹനെ സൂക്ഷിച്ചിട്ടാണ് നിന്റെ ആ ഇടപാട് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിനക്ക് പോലും അറിയാത്ത രൂപത്തിൽ അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ സാധാരണഗതിയിലെ കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ധൃതി കാണിക്കുകയാണ്. അവിടെയാ നമുക്കുള്ള പ്രശ്നം. അതുകൊണ്ട് എളുപ്പവഴി പെട്ടെന്ന് കൊണ്ടുപോയി പണയപ്പെടുത്തലാണ്, പെട്ടെന്ന് കയ്യിൽ പണയം വരുമെന്ന് തീരുമാനിക്കലാണെങ്കിൽ പ്രിയമുള്ളവരെ, പാപവഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ഒരിക്കലും അല്ലാഹു തആല നമ്മളെ കരകയറ്റില്ല. ഫലാ യസ്ലുബുഹു ബിമഅസിയതിഹി. അല്ലാഹുവിനോട് തിന്മ ചെയ്തുകൊണ്ട്, ധിക്കാരം ചെയ്തുകൊണ്ട് ഒരിക്കലും അവനോട് നിങ്ങൾ തേടണ്ട. ഫഇന്നല്ലാഹ തആല ലാ യുനാലു ഫളലഹു. അല്ലാഹു തആല അവന്റെ ഔദാര്യം നൽകില്ല. ബിമഅസിയതിഹി, അവൻ ചെയ്യുന്ന പാപത്തിൽ അല്ലാഹു അവന്റെ ഔദാര്യങ്ങളെ നൽകില്ല. നമ്മൾ വിചാരിക്കുന്ന ബുദ്ധിമുട്ട് മാറാനാണ്. അതിന് പലിശക്ക് വേണ്ടി പണയപ്പെടുത്തുമ്പോ അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് മാറില്ല. അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അവനിൽ പ്രയാസങ്ങളിലൂടെ കടന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആലോചിക്കണം, അങ്ങനത്തെ ഒരു പലിശയിലേക്ക് നമ്മൾ നീങ്ങില്ല. അത് വിൽപ്പന നടത്താം. പ്രിയമുള്ളവരെ, എന്നും ജീവിക്കുന്ന ലോകത്തിന് ഈ പണയം അവസാനം സംഭവിക്കുന്നത് എന്താണ്?
അതടക്കാനും കഴിയില്ല. അവസാനം കൊണ്ടുപോയി അതും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആളുകളോട് ഒരു തിന്മയിലേക്കെത്തി അത് ഭൗതികമായിട്ട് നഷ്ടപ്പെട്ടു, ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ ദീന് പറഞ്ഞ് വിൽപ്പന നടത്താം. സഹോദരിമാരോട് വാശി പിടിക്കരുത്. ഇത്ര സ്വർണം കിട്ടിയാലേ മകളുടെ കല്യാണം നടത്താൻ പറ്റൂ എന്നുള്ളത് വാശി പിടിക്കരുത്. വേദന തോന്നിയത് പ്രിയമുള്ളവരെ, ഒരു സഹോദരൻ ആത്മാർത്ഥമായി അവൻ വിവാഹം അന്വേഷിക്കുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടിലെ പണമായി, സ്വർണമായി, പണ്ടമായി ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ആവശ്യമുള്ളത് ഞങ്ങൾ നൽകുമെന്ന് പറഞ്ഞപ്പോ ആ വീട്ടുകാർ പോലും കുട്ടിയുടെ ഉമ്മ പ്രതികരിച്ചത് ഞങ്ങൾ അത്രക്ക് മോശക്കാരൊന്നല്ല എന്ന് പറഞ്ഞിട്ട് അതിനോട് ആ വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത് നമ്മളുടെ നാട്ടിൽ നടന്നിട്ടുള്ളൊരു സാഹചര്യം. നമ്മുടെ ശത്രുക്കളായിട്ട് നമ്മൾ മാറരുത്. നമ്മളൊക്കെ ഇല്ലാത്ത വാശി പിടിച്ച് ദുരഭിമാനങ്ങളെ പറഞ്ഞ് മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഇതുപോലെ തന്നെ കടം പറഞ്ഞ് സ്വർണം വേണമെന്ന വാശി നമ്മൾ പിടിക്കും. നമ്മളിവിടെ ആലോചിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബ വനിതകളുണ്ട്. അവർക്ക് പട്ടിണികളുണ്ടായിരുന്നു, അവർക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നു. അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോ അവർ വിളിച്ചു പറയാറുള്ള വാക്കുണ്ട്, ഞങ്ങള് വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാ, പക്ഷെ ഞങ്ങളെ കൊണ്ട് നരകത്തിലെ തീ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നവർ വിളിച്ചു പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹറാമായത് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് തങ്ങളുടെ ഭർത്താക്കന്മാരോട് പട്ടിണി കിടന്നിരുന്ന ഭാര്യമാരെ വിളിച്ചു പറഞ്ഞിരുന്നു. സഹോദരിമാരെ, അവരാണ് മാതൃക. ഈ ആഭരണം കിട്ടിയാലല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്ന് വാശി പിടിക്കുന്നവരല്ല ഈമാനുള്ള സഹധർമ്മിണിമാരെന്ന പ്രാഥമികമായ ബോധ്യം നമ്മൾ അറിയണം. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എന്റെ ആങ്ങളയുടെ മക്കൾക്ക് സ്വർണം കൊടുത്തേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നവരായി നമ്മൾ മാറല്ലേ. ലോകത്തിന് മാതൃകയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ വനിതകള് അവർ തങ്ങളുടെ ഭർത്താക്കന്മാരോട് വിളിച്ചു പറയാണ്, പട്ടിണി ഞങ്ങൾ സഹിച്ചോളാ, ദാഹം ഞങ്ങൾ സഹിച്ചോളാ, വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാ, പക്ഷെ നരകത്തിന്റെ തീക്കനൽ അതിനെ താങ്ങാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വിഷയങ്ങൾ നിസ്സാരമല്ല. 7 മഹാപാപങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത് പലിശയാണ്. ഇപ്പറഞ്ഞ ഗോൾഡിന്റെ സ്കീമിലൂടെ, മാറ്റിയെടുക്കലിലൂടെ, കടം പറഞ്ഞു വാങ്ങുന്നതിലൂടെ, പ്രിയമുള്ളവരെ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ, അതല്ല പണയപ്പെടുത്തി തിന്നുന്നതിലൂടെ. ആലോചിക്കണേ, മഹാപാപങ്ങളിൽപ്പെട്ട പലിശയിലാണ് ചെന്ന് ചാടുന്നത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മുത്ത് റസൂൽ ശപിച്ചില്ലേ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിലുർ റിബ വമൂഖിലുഹു, പലിശ തിന്നുന്നവനെ, അതിനെ തീറ്റുന്നവനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിച്ചതാണ്. അറിയുമോ നിങ്ങൾക്ക്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, അർറിബ 73 ബാബ, 73 വാതിലുകളാണ് പലിശക്കുള്ളതെങ്കിൽ ഐസറുഹ, അതിലേറ്റവും ലളിതമായത് ഉമ്മ, ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ്. പ്രിയമുള്ളവരെ, പണ്ടം പണയമെന്ന ബോർഡും വെച്ച് ഏതെങ്കിലും ഒരു ഫിനാൻസുകാരനിലേക്ക് അവിടുത്തെ സ്റ്റെപ്പ് കയറുമ്പോ ആലോചിക്കണേ, ഗോൾഡ് മാത്രമല്ല, സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിച്ചതിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് പ്രൂഫായി വേണ്ടത് എന്ന് പറയുന്നതിന് തുല്യമാണ്. അതിലേറ്റവും താഴെത്തിട്ട് സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണെന്ന് പറയുമ്പോ കരുത്ത് വരുമോ? പ്രിയമുള്ളവരെ, കരുത്ത് വരുന്നുണ്ടോ? ഇതിന്റെ ഏത് മേഖലകളിലൂടെ കടന്നു വരുന്നവരോടാ പറയണേ. ഇത് മുഴുവൻ അള്ളാന്റെ ഹബീബ് പലിശ 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 എന്ന് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിക്കണേ നിങ്ങള്. അവൻ ആ പലിശയുടെ താഴെത്തിട്ട് ഉമ്മാനെ നിക്കാഹ് കഴിക്കലാണെങ്കിൽ ആ തിന്മയിലേക്കാണ് അവൻ കാല് വെച്ചത് എന്നുള്ളതാണ്. തീർന്നില്ല കേട്ടോ. 1 ദിർഹമാണെങ്കിൽ പോലും അറിഞ്ഞിട്ടാണ് നിങ്ങൾ പലിശ കഴിക്കുന്നതെങ്കിൽ അശദ്ദു മിൻ 36 സിന, 36 വ്യഭിചാരത്തെക്കാളും കടുപ്പമുണ്ട് എന്നുള്ളത്. മുകൾ ഭാഗം കുടുസായ നരകത്തില് കളകളാന്ന് തിളച്ചുമറിയുന്ന നഗ്നരായ സ്ത്രീകളെ, പുരുഷന്മാരെ കണ്ടത് എന്തിനാണെന്നറിയോ? അവർ വ്യഭിചരിച്ച ആളുകളാണ്. എന്നാൽ അങ്ങനത്തെ 36 വ്യഭിചാരികളുടെ ശിക്ഷയാണ് പലിശയുമായി ബന്ധപ്പെട്ട 1 ദിർഹമെങ്കിലും കഴിക്കുന്നവന് ലഭിക്കുന്നത് എന്നുള്ളതാണ്. രക്തത്തിന്റെ ഗന്ധമുള്ള തടാകങ്ങളിലൂടെ നീന്തി രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോ കല്ലുകളെറിഞ്ഞ് താഴ്ത്തപ്പെടുന്നവൻ റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസിൽ
പഠിപ്പിക്കപ്പെടുന്നത് പലിശയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പ്രിയമുള്ളവരെ, തീർന്നില്ല. അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവനാണവൻ. ആമുഖമായി നിങ്ങളോട് ഓതിക്കേൽപ്പിച്ച ആയത്തുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുമായി ബന്ധപ്പെടുത്തി നിർത്തലാക്കിയിട്ട് പറഞ്ഞത് ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ ആ വിഷയത്തിൽ എന്ന് പറഞ്ഞ് അവസാനം നമ്മളോട് പറയാണ് ഫഇല്ലം തഫ്അലു, അതല്ല വീണ്ടും ആ പലിശയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, ഒന്നുകൂടെ പറയാണ്, ഈ ഒക്ടോബർ മാസത്തില്, ഈ 10-ാം തീയതിയില്, ഈ തഖ്വ പള്ളിയില് ഈ ജുമാ ഖുത്ബ കേട്ടിട്ട് ഇനിയും ഏതെങ്കിലും ഒരു സ്കീം അന്വേഷിച്ച്, ഏതെങ്കിലും ഒരു പലിശയുടെ മേഖല അന്വേഷിച്ച്, ഏതെങ്കിലും ഒരു പണയപ്പാടിന്റെ മേഖല അന്വേഷിച്ചിട്ടാണ് യാത്ര പോകുന്നതെങ്കിൽ ഓർക്കണേ, അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ കൽപ്പന ഫഅദനു ബിഹർബിൻ മിനല്ലാഹ് വറസൂലിഹി, അല്ലാഹുവിനോടും റസൂലിനോടുമാണ് നിങ്ങൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്ന്. ആരെയാ വെല്ലുവിളിക്കുന്നത്? അല്ലാഹുവിനെ റസൂലിനെ. ആരോടാ നിങ്ങൾ ഫൈറ്റിന് വിളിക്കുന്നത്? അല്ലാഹുവിനെ റസൂലിനെ. ആരോടാ നിങ്ങൾ യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത്? അല്ലാഹുവിനോടും റസൂലിനോടും. രക്ഷപ്പെടാൻ കഴിയോ പ്രിയമുള്ളവരെ? സാധിക്കുമോ? അതുകൊണ്ട് ആലോചിക്കണം, ചിന്തിക്കണം, അറിയാത്തവരോട് പറഞ്ഞു കൊടുക്കണം. ഈ പള്ളിയിലെ ഖുത്ബക്ക് സ്ത്രീകൾക്ക് അനുമതിയുണ്ടെന്ന് പറയുന്നത് ആരെയും കയറുകെട്ടി നിർബന്ധിച്ച് പള്ളി കൊണ്ടുവന്ന് ഇരുത്തണമെന്ന് നമ്മൾ ആരും പറയില്ല. പക്ഷെ അവർ വരട്ടെ എന്ന് ചോദിച്ചാൽ അവർക്ക് അനുവാദമുണ്ട്. നിസ്കരിച്ചാൽ അവർക്ക് കൂലിയുണ്ട്. നിങ്ങളിതുകൊണ്ട് രക്ഷപ്പെടുന്നത് ഒരു കുടുംബത്തിൽ പാവങ്ങളാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം. ഭാര്യയും ഭർത്താവും കുടുംബമൊക്കെ ഒരുമിച്ചിരുന്ന് ഖുത്ബ കേൾക്കുമ്പോ ഒരുപക്ഷെ അതിന്റെ തിന്മ മനസ്സിലാവുമ്പോ നമ്മളെ കറക്റ്റ് ചെയ്യാൻ നമ്മളുടെ സഹോദരിമാരുണ്ടാവും. കാരണം അവരാഗ്രഹിക്കില്ല എന്റെ ഭർത്താവിനെ ചങ്ങലയിൽ മുഖം കുത്തി വലിച്ച് നരകത്തിൽ എറിയപ്പെടണമെന്ന് അവരാഗ്രഹിക്കില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ കാണാൻ, വിഷയങ്ങളെ പഠിക്കാൻ. സ്വർണ്ണം ഇങ്ങനെ വില കത്തി നിൽക്കുമ്പോൾ അതെന്റെ കയ്യിൽ വരണമെന്നും എന്റെ കയ്യിലുള്ള നഷ്ടപ്പെടാൻ പാടില്ല എന്നും നമ്മൾ ശാഠ്യം പിടിക്കുമ്പോൾ നമ്മളിലൂടെ സംഭവിക്കുന്ന ചില പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം പഠിക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനും. ഒരുപക്ഷെ ഒരു ഖുത്ബയിൽ മാത്രം നിങ്ങളുടെ മനസ്സുകളിൽ പതിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് വരുമ്പോൾ കേട്ടിരിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചവരുണ്ട്, അവരുടെ സംസാരങ്ങളെ കേൾക്കാൻ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താണ്. നമ്മളൊക്കെ സാധാരണ ഈ സ്വർണത്തിനോടുള്ള ആവേശം വന്നിട്ട് ചെറിയ ആൺകുട്ടികളായ മക്കൾക്ക് പോലും സ്വർണ്ണം അണിയിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബശ്രീയിലും നമ്മുടെ വീട്ടിലും ചിലപ്പോൾ നമ്മുടെ മക്കളുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവും, അറിയാതെ ആയിരിക്കാം. നമ്മളൊക്കെ ന്യായീകരിക്കണം എന്താ വെച്ചാൽ, ഒന്ന്, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വെച്ച് അള്ളാന്റെ ഹബീബ് സ്വർണവും പട്ടും പുരുഷൻ ഹറാം എന്ന് പ്രഖ്യാപിച്ചതാണ്. മിമ്പറിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചതാണ്. അള്ളാന്റെ പ്രവാചകന് വഹി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് ഹറാമാണ്. ഇത് അറിയണവരാണ് നമ്മളൊക്കെ. എന്നാലും നമ്മൾ പറയും, അത് ചെറിയ മക്കളല്ലേ, ആൺകുട്ടികളല്ലേ. ആൺകുട്ടിയെ ആൺകുട്ടിയായിട്ട് വളർച്ചണം, പെൺകുട്ടിയെ പെൺകുട്ടിയായിട്ട് വളർച്ചണം. അതിനുള്ള മര്യാദ നമ്മളാണ്. ആ മക്കൾ അതിന് ഉത്തരവാദികളല്ല. അവർ ഫിത്രത്തിലാണ്, ശുദ്ധ പ്രകൃതിയിലാണ്. അവരാരും അതിന് ഉത്തരവാദികളല്ല. വാപ്പയാണ് ഇട്ടു കൊടുക്കുന്നതെങ്കിൽ, ഉമ്മയാണ് അണിയിപ്പിക്കുന്നതെങ്കിൽ അവരതിന് ഉത്തരവാദികളാണ്. അതിന്റെ കൂടെ ഞാൻ പറയാൻ, സ്വർണ്ണാഭരണങ്ങൾ എന്ന് വേണ്ട ഈ കരിവളകൾ ചെറിയ മക്കൾക്ക് വേണ്ടി അണിയിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെ നിന്നാണ് ഈ സംസ്കാരവും കൾച്ചറൊക്കെ നമ്മളിലൂടെ കടന്നു വരണേ. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനെ ഹറാമാക്കി എന്ന് മാത്രമല്ല, മറ്റു ആഭരണങ്ങളിൽ പോലും ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി വൽ മുതശബ്ബിഹാത്തി മിനൻ നിസാ. സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരെ, പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളെയും
അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചതാണ്. നമ്മൾ ചെയ്യം ധരിക്കണതിനെ പറ്റി, അതുപോലെ തന്നെ മാല ധരിക്കണതിനെ പറ്റിയൊക്കെ നമ്മളിവിടെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അത് പുരുഷൻ ഏതൊക്കെ പാടില്ല എന്ന് പറഞ്ഞോ, അത് നമ്മളുടെ ചെറിയ ആൺമക്കൾക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, ധരിപ്പിക്കരുത്. അതിലൊരു ശ്രദ്ധ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മക്കളെ സ്വാലിഹികളായി കിട്ടണം, നമുക്ക് ആഖിറത്തിലേക്ക് ഉപകരിക്കണം. ഏറ്റവും വലിയ സമ്പാദ്യം അവിടെയാണ്. നമ്മളൊക്കെ പറയും, ഞങ്ങൾ കുറേ കാലം അവരെ നോക്കി, ഞങ്ങൾ പ്രായമാവുമ്പോൾ അവർ ഞങ്ങളെ നോക്കണം എന്നുള്ളതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇദാ മാത്തൽ മുസ്ലിം ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളല്ലാത്ത ബാക്കിയൊക്കെ മുറിയും. പിന്നെയും ഖബറിക്ക് വേണ്ടേ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളുണ്ടോ, അവർ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൂലി അല്ലാഹു തആല നമ്മുടെ ഖബറിലേക്ക് തരും എന്നുള്ളതാണ്. അങ്ങനത്തെ മക്കളുണ്ടാവാൻ ആ ഒരു ലക്ഷ്യത്തിൽ, നിയ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം, അധ്വാനിക്കണം. പ്രിയമുള്ളവരെ, കലാലയങ്ങളിലും ക്യാമ്പസുകളിലുമൊക്കെ വളരെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പരിസരങ്ങളും അന്തരീക്ഷങ്ങളും വളരെ മോശമാണ്. കലാലയങ്ങളെ ഫോക്കസ് ചെയ്ത് ലഹരി മാഫിയകൾ പിടിമുറുക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മളുള്ളത്. ഒരു സിഗരറ്റിലെ ഒരു ഡ്രോപ്പ് ഹഷീഷിനെ 500 രൂപ വെച്ച് ഈടാക്കുന്ന, ഒരുപക്ഷെ ഒരു പുക അറിയാതെ നമ്മുടെ മക്കൾ എടുക്കുമ്പോൾ ഒരു ചെയിൻ സ്മോക്കറായിട്ടല്ല അവൻ മാറുന്നത്, ഒരു ഡ്രഗിന് അഡിക്റ്റായിട്ട് നമ്മുടെ മക്കൾ മാറാൻ. ചെറിയ കുഞ്ഞുമക്കളിൽ വരെ ഈ ഒരു സ്വഭാവങ്ങളെ വളരെ മോശമായ രീതിയിൽ കണ്ടുവരുന്ന, ഞാനൊരു അധ്യാപകനായതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും ആധികാരികമായി സംസാരിക്കുന്നത്. മുമ്പൊക്കെ ഞെട്ടലോടുകൂടെ കേട്ടിരുന്ന വാർത്തകളെ കേവലം 11 വയസ്സും 12 വയസ്സുള്ള മക്കളിൽ വരെ ഇക്കഴിഞ്ഞ ആഴ്ച പോലും എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അത്ര മോശമായി നമ്മൾ ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത മേഖലകൾ വരെ കടന്നു വന്നത്. ഞാനിവിടെ ദൂരത്തു നിന്നല്ല പറഞ്ഞു, കേവലം 12 മിനിറ്റ് യാത്ര ചെയ്യണ്ടോ ഇവിടെ നിന്ന് എൻ്റെ ഓഫീസിലേക്ക്. ഞാൻ പറഞ്ഞു, അത്രമേൽ മാരകമായ പിടിമുറുക്കങ്ങൾ സമൂഹത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ദിശാബോധം നൽകാൻ ദീൻ അവർക്ക് കൊടുക്കണം. ദീനിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാവണം, ചേർത്ത് പിടിച്ച് വളർത്തണം. ഒരിക്കലും അള്ളാഹുവിനോട് വെല്ലുവിളിച്ച് മക്കളെ വളർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ, ഇന്നും നാളെയും മറ്റൊന്നൊക്കെയായി ഓൺലൈനിലൂടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മംഗലാപുരത്ത് വെച്ച് ഒരു നല്ലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അത് പ്രോഗ്രാമിനെ പറ്റി മെമ്പറി പറയാനല്ല, അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്തവരോടും ചങ്ങരംകുളത്തവരോടും പ്രൊഫഷണൽ മേഖലയിൽ പഠിക്കുന്ന മക്കളോട് അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ. കാരണം ബാപ്പ എന്താണ്, ഉമ്മ എന്താണ് എന്നറിയാൻ, അവരുടെ ക്യാമ്പസ് കലാലയങ്ങളുടെ ജീവിതങ്ങൾ എന്താണ്, മുന്നോട്ടുള്ള ഭാവി ജീവിതങ്ങൾ എന്താണ്, പ്രണയങ്ങൾ കൊടുക്കുന്ന പരാജയങ്ങൾ എന്താണ്. ഇന്ന് ആണും പെണ്ണും സ്വന്തമാവാനുള്ള തീരുമാനം സ്വന്തത്തോട് തീരുമാനിക്കാമെന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വരെ ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കരുതിയിരിക്കണം നമ്മളുടെ കുടുംബത്തിനെ. കാരണം എന്തെന്നറിയോ, ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കവിടെ നമ്മുടെ പള്ളി വരുന്ന ആളുകളാണ്. എന്നെ വിളിച്ച ഒരാൾ ഒരു നിക്കാഹ് ഖുത്ബ നടത്തണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളുമായിട്ട് ബന്ധമുള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്കറിയോ, നമ്മളെ വിളിച്ച് ഒരു നിക്കാഹ് ഖുത്ബ നടത്തിച്ചിട്ട് ഇന്നും അവരെ യാദൃശ്ചികമായി കണ്ടപ്പോൾ ഇക്കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ വിഷയം പറഞ്ഞേ, അവരുടെ മകന്റെ സുന്നത്ത് കല്യാണം നടത്തിയിട്ടില്ല. അതിന് കാരണം അവൻ തീരുമാനിക്കട്ടെ അവന്റെ മതം എന്താണെന്ന്, അവൻ തീരുമാനിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നമ്മുടെ ഖുത്ബകൾ പലപ്പോഴും കേൾക്കുന്ന ആളുകളായിരിക്കാം, പള്ളിയുമായി ബന്ധമുള്ള ആളുകളായിരിക്കാം. പക്ഷേ അപകടങ്ങൾ വരുന്ന വഴികളെ പറയണേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും ആണും പെണ്ണും ആരാവണമെന്ന് അവരങ്ങ് തീരുമാനിച്ചോട്ടെ എന്ന് പറയണേ, ജാതി മതം വരെ ആയിക്കോട്ടെ എന്ന് പറയണേ. ഒരു തലമുറക്ക് മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമ്മളിലില്ലെങ്കിൽ അത് വലിയ അപകടങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് എന്ന ഫിത്രത്തിലും ശുദ്ധ പ്രകൃതിയിലാണ് അവരേത് ആഭരണം ധരിപ്പിക്കണം, ഏത് ധരിപ്പിച്ചുകൂടാന്നല്ല, ഏത് വസ്ത്രം ധരിപ്പിക്കണം, ഏത് ധരിപ്പിച്ചുകൂടാന്നുള്ള കൃത്യമായ കൺസെപ്റ്റ് ഒരു രക്ഷിതാവെന്ന രീതിയിൽ നമ്മളിൽ ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, കത്തിയാടുന്ന നരകത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ല. നമ്മുടെ പള്ളിയിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ, അവരുടെ ഉമ്മ ഹോസ്പിറ്റൽ ICUവിലാണ്. ഓക്സിജൻ ലെവല് കുത്തനെ താഴേക്ക് പോയിട്ട് വലിയ പ്രയാസത്തിലാണ്. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈറ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين.
اللهم انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين اللهم كن لهم نصيرا ولا تكن عليهم اللهم ارحم موتاهم واشف مرضاهم اللهم افتح المسجد الأقصى اللهم لا تسلط علينا من لا يرحمنا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.